ചെറുകഥകളിലൂടെയായിരുന്നു കലാലോകത്തേക്കുള്ള ലോഹിതദാസിന്റെ പ്രവേശനം. പക്ഷേ ആ രംഗത്ത് അദ്ദേഹത്തിന് കാര്യമായി വിജയിക്കാൻ സാധിച്ചില്ല. ചെറുകഥകളുടെ വഴിയിൽ നിന്നും മാറി അദ്ദേഹം നാടകരംഗത്തേക്ക് ചുവടുവെച്ചു. അദ്ദേഹം എഴുതിയ ഏകാദശി നോറ്റ കാക്കി എന്ന ചെറുകഥ സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന പേരിൽ നാടകമാക്കി എഴുതി. തോപ്പിൽ ഭാസിയുടെ നാടകട്രൂപ്പിന് വേണ്ടിയായിരുന്നു നാടകം. ആദ്യ നാടകത്തിലൂടെ സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. രചയിതാവായും അഭിനേതാവായും നാടകരംഗത്ത് ചൂടുറപ്പിക്കുന്ന സമയത്താണ് തിലകൻ വഴി സിബി മലയിലിനെ പരിചയപ്പെടുന്നത്. സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് സിബി മലയിൽ ലോഹിതദാസിനോട് ചോദിക്കുന്നു. ആഗ്രഹമുണ്ടെന്ന് ലോഹി മറുപടിയും പറഞ്ഞു പിരിയുന്നു. ഒരു വർഷത്തിന് ശേഷം യാദൃച്ഛികമായി സിബി മലയിൽ ലോഹിയുടെ വീട്ടിലെത്തുന്നു. ഒരു കഥ രൂപപ്പെടുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ശരിയാകുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാനായി എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ലോഹി സിബി മലയിലിനോടൊപ്പം പോകുന്നു. പക്ഷേ ആ കഥ എത്ര ശരിയാക്കിയിട്ടും ശരിയാകുന്നില്ലെന്ന് കണ്ടപ്പോൾ സിബി ചോദിച്ചു, സ്വന്തമായി ഒരു കഥയുണ്ടാക്കാമോ എന്ന്. 2 ദിവസം സമയം തന്നാൽ ഞാൻ ശ്രമിക്കാമെന്ന് വാക്ക് പറഞ്ഞു ലോഹിതദാസ്. 2 ദിവസത്തിന് ശേഷം സിബി മലയിലിനോട് ലോഹിതദാസ് കഥ പറഞ്ഞു. തനി ആവർത്തനം എന്ന ലോഹിതദാസിന്റെ ആദ്യ തിരക്കഥ പിറന്ന നിമിഷമായിരുന്നു അത്.